നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് UDFന്റെ ഉറക്കം കെടുത്തിയിരിക്കുകയാണെന്ന് പ്രത്യേകം എടുത്തു പറയേണ്ടതില്ലല്ലോ. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം മുതൽ പ്രതിപക്ഷം പ്രതിരോധത്തിലാണ്. ചുക്കാൻ പിടിച്ചു നിന്ന വലതുപക്ഷ മാധ്യമങ്ങൾ അടക്കം കിണഞ്ഞു പരിശ്രമിച്ചിട്ടും UDF പ്രചാരണത്തെ ഉയർത്തിക്കൊണ്ടുവരാനോ പ്രതിപക്ഷത്തിന് ആവശ്യമായ പ്രചാരണ വിഷയങ്ങൾ നൽകാനോ സാധിക്കുന്നില്ല. UDF പ്രചാരണ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ നടത്തിയ പരാമർശം സെൽഫ് ഗോളായി മാറുകയും ചെയ്തിരുന്നു. സാമൂഹ്യക്ഷേമ പെൻഷൻ LDF സർക്കാർ വോട്ടർമാർക്ക് നൽകുന്ന കൈക്കൂലിയാണെന്ന വേണുഗോപാലിന്റെ പരാമർശത്തിനെതിരെ നിലമ്പൂരിൽ എന്നതിലുപരി കേരളം ഒട്ടുക്കെ ഉയർന്ന രോഷത്തിന് കുറവൊന്നും വന്നിട്ടുമില്ല ഇതുവരെ. സാമൂഹ്യക്ഷേമ പദ്ധതികളോട് കോൺഗ്രസ് വളർത്തുന്ന നിഷേധാത്മക നിലപാട് ചർച്ച ചെയ്യാൻ ഇത് അവസരം സൃഷ്ടിക്കുകയും ചെയ്തിരുന്നു. ഇതിനിടെയാണ് നിലമ്പൂർ മണ്ഡലത്തിൽ വഴിക്കടവ് പഞ്ചായത്തിൽ 10ാം ക്ലാസ് വിദ്യാർത്ഥി അനന്തു മൃഗവേട്ടയ്ക്ക് സ്ഥാപിച്ച പന്നിക്കണിയിൽ നിന്ന് വൈദ്യുതാഘാതമേറ്റ് മരിച്ചത്. പ്രദേശത്തെ സജീവ കോൺഗ്രസ് പ്രവർത്തകനും ക്രിമിനൽ കേസ് പ്രതിയുമായ വിനീഷ് അറസ്റ്റിലാവുകയും ചെയ്തിരുന്നു. എന്നാൽ ഈ സംഭവത്തെ സർക്കാർ സ്പോൺസേഡ് കൊലപാതകം എന്ന് വിശേഷിപ്പിച്ച് ഏറ്റവും മോശപ്പെട്ട രീതിയിൽ രാഷ്ട്രീയ മുതലെടുപ്പിനാണ് UDF നേതാക്കൾ ശ്രമിച്ചത്. വസ്തുതകളും തെളിവുകളും ഓരോന്നായി പുറത്തു വന്നതോടെ UDFന്റെ രാഷ്ട്രീയ കളിയും നുണക്കോട്ടകളും പൊളിഞ്ഞു വീഴുകയാണ്. കോൺഗ്രസുകാരനായ പ്രതി പോലീസ് കസ്റ്റഡിയിൽ ഇരിക്കവെയാണ് UDF നേതാക്കൾ നിലമ്പൂർ ടൗണിൽ അർദ്ധരാത്രി റോഡ് ഉപരോധിച്ച് കോലാഹലം ഉണ്ടാക്കിയതെന്നതാണ് മറ്റൊരു കാര്യം. തെരഞ്ഞെടുപ്പ് കാലത്ത് നല്ലൊരവസരം വീണ് കിട്ടിയെന്ന രീതിയിലായിരുന്നു അവരുടെ പെരുമാറ്റങ്ങൾ അത്രയും. വനം വൈദ്യുതി വകുപ്പുകൾക്കെതിരെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉയർത്തി വിദ്യാർത്ഥിയുടെ ദാരുണമായ മരണത്തെ രാഷ്ട്രീയവൽക്കരിക്കാൻ UDF ശ്രമിച്ചപ്പോൾ അത് അവർക്ക് തന്നെ തിരിഞ്ഞുകുത്തുന്ന കാഴ്ചയാണ് പിന്നീട് കാണാനായത്. അവരുടെ പഴയകാല പ്രവർത്തനങ്ങൾ ഓരോന്നും പൊങ്ങി വരികയായിരുന്നു പിന്നീടുണ്ടായത്. തിരുവനന്തപുരം നഗരത്തിൽ മഹിളാ കോൺഗ്രസ് നേതാവിന്റെ വീടിന് നേരെ ഉണ്ടായ ആക്രമണം, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെ കോൺഗ്രസ് വനിതാ സ്ഥാനാർത്ഥിയുടെ മുടി മുറിച്ച സംഭവം, യൂണിവേഴ്സിറ്റി കോളേജിലെ ചാപ്പകുറ്റം, MLA ആയിരുന്ന ശെൽവരാജിന്റെ വീടിന് തീയിടൽ എന്നീ കേസുകളിൽ അന്വേഷണം എത്തിച്ചേർന്നത് ആരോപണം ഉന്നയിച്ചവരിൽ തന്നെയായിരുന്നു. AKG സെന്റർ ആക്രമണ കേസിൽ കോൺഗ്രസ് നടത്തി വന്ന കുപ്രചാരണം പ്രതിയെ പോലീസ് പിടികൂടിയതോടെ പൊളിഞ്ഞിരുന്നു. CPM-നെതിരെ വലതുപക്ഷം നടത്തിവരുന്ന നുണപ്രചാരണങ്ങളുടെ പട്ടിക എഴുതിയാലും പറഞ്ഞാലും തീരുന്നതല്ല. 2021-ൽ LDF-ന് ജനങ്ങൾ തുടർഭരണം നൽകിയതോടെ അങ്കലാപ്പിലായ UDF നട്ടാൽ കുരുക്കാത്ത പെരുന്നുണകളാണ് ഓരോ ദിവസവും പടച്ചുവിടുന്നത്. പ്രചാരണത്തിന് പ്രചരിപ്പിക്കാൻ പോലും ഒന്നും ചെയ്യാത്ത പ്രതിപക്ഷത്തിന് ഇടതുപക്ഷത്തിനെതിരെ ഇല്ലാ കഥകൾ കെട്ടിയിറക്കുക എന്നതല്ലാതെ മറ്റു വഴികളൊന്നും തന്നെ ഇല്ലല്ലോ.